ഈയിടയ്ക്ക് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയുണ്ടായി. കൂടാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരമ്മ സ്വന്തം മകനെഴുതിയ കത്തുമാണ് ഈ ഷോർട്ട് ഫിലിം ചിത്രീകരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഒപ്പം ഹെൽപ്പേജ് ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ സർക്കാർ തലത്തിലായാലും NGO-മാരാൽ നടത്തപ്പെടുന്ന തലത്തിലായാലും ഏറ്റവും കൂടുതൽ വൃദ്ധജനങ്ങളും വൃദ്ധരും ഈ വൃദ്ധസദനങ്ങളിൽ എത്തപ്പെടുന്നത് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിലാണ്. ഇനി നമ്മുടെ വീടുകളിൽ നിന്നും ഒരു മുതിർന്ന പൗരനും ഒരമ്മയും ഒരച്ഛനും ഒരു രക്ഷകർത്താവും വൃദ്ധസദനങ്ങളിലേക്ക് എത്തപ്പെടരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ ആ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് മുമ്പാകെ നൽകുന്നതിനുള്ള ഊർജിത ശ്രമങ്ങളുമായി കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ചേട്ടാ എത്രയായി? 10 രൂപ. ചേട്ടാ, ആ ചേട്ടാ, നമ്മൾ ഇറങ്ങാൻ നേരമേ പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടുവന്നായിരുന്നു. ദാ. മോനെ ഓടല്ലേ, വീഴും. ദാ. എൻ്റെ മോന് വീട്ടിൽ നിന്ന് പോന്നപ്പോ മോൻ്റെ ഒരു പഴയ ഷർട്ട് അമ്മ എടുത്തുകൊണ്ട് പോന്നു. നല്ല തണുപ്പുള്ളപ്പോ അമ്മ അതിട്ടോണ്ടാ കിടക്കാറ്. ഇവിടെ പുതപ്പില്ലാഞ്ഞിട്ടല്ല, എൻ്റെ മോൻ്റെ ഷർട്ട് അതിടുമ്പോ അമ്മയ്ക്കൊരു ധൈര്യം പോലെയാ. മോനറിയോ, ഇവിടെ എന്നെ പോലെ 28 അമ്മമാരുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ നമ്പറുണ്ട്. അമ്മയുടെ നമ്പർ 12 അമ്മയെ ദഹിപ്പിച്ചിട്ട് മോനിവിടെ വരണം. ഇവിടെ അമ്മയുടെ 12 നമ്പർ പെട്ടിയുണ്ട്. അതിൽ മോൻ്റെ എടുത്തോണ്ട് വന്ന ഷർട്ടുണ്ട്. കഴുകി വെച്ചിരിക്കുക. മോനെടുത്തില്ലെങ്കിലും മോനമ്മ അത് തിരിച്ചു തരുക. അമ്മയുടേതല്ലാത്തതൊന്നും അമ്മയ്ക്ക് വേണ്ട. മോന് സുഖം തന്നെ. അമ്മയ്ക്കൊന്ന് കാണാൻ കൊതിയാവുക. എനിക്കറിയാം മോന് തിരക്കാണ്, വരാൻ പറ്റില്ല എന്ന്. അമ്മയ്ക്ക് കാല് തീരെ വയ്യ. ആകുമായിരുന്നേല് അമ്മ വന്ന് മോനെ ഒന്ന് കണ്ടേനെ. അച്ഛനുണ്ടായിരുന്നേലെന്ന് ഓർത്തു പോവുക. വേറെന്താ? ഒന്നുമില്ല മോനെ, സുഖം. മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ ഉറങ്ങാൻ കിടക്കുക. ഒരിക്കലും ഉണരാതിരുന്നെങ്കിൽ. നമുക്ക് അമ്മയടുത്തേക്കൊന്ന് പോവാം. ജീവിത സായാഹ്നത്തിലെ ഒറ്റപ്പെടലിൽ നിന്ന് സ്വന്തം മാതാപിതാക്കളെ തിരിച്ചു കൊണ്ടുവരാൻ ഈ യുവാവിനെ പോലെ നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.